ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ പ്രഭാതത്തിൽ കാൽനുദീപം വചനധ്യാനത്തിലൂടെ വിശ്വാസത്തിൻ്റെ ചില പടികളെ ഒന്നിച്ച് ചിന്തിക്കാമെന്ന് യേശു കർത്താവിൽ ശരണപ്പെടുന്നു. അതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ അവസാനത്തെ അധ്യായമായ 28-ാം അധ്യായമാണ്. 28-ാം അധ്യായത്തിൽ മഗ്ദലനക്കാരത്തി മറിയയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് രണ്ട് സ്ഥലങ്ങൾ വിശ്വാസത്തിൻ്റെ രണ്ട് പടികളായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കല്ലറ കാണാൻ ചെന്ന വിശ്വാസവും കല്ലറ വിട്ട് ഗലീലയിലേക്ക് ശിഷ്യന്മാരെ എത്തിക്കുന്ന വിശ്വാസവും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ന്റെ 1-ാം വാക്യം ഇങ്ങനെയാണ്: ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാൺമാൻ ചെന്നു. വിശ്വാസത്തിന്റെ ഏറ്റവും ബാലിശമായ പടി അല്ലെങ്കിൽ ദ ബിഗിനിങ് സ്റ്റെപ്പാണ് കാണുന്ന വിശ്വാസം, കണ്ടുകൊണ്ട് നിൽക്കുന്ന വിശ്വാസം. കാഴ്ച അനുഭവമായി മാറണം, അനുഭവം നിയോഗമായി മാറണം, നിയോഗം ദൈവിക പദ്ധതികളുടെ പങ്കാളിത്തമായി മാറണം. എന്നും കല്ലറ സമാനമായ വിശ്വാസത്തിൽ, കല്ലറയുടെ അനുഭവത്തിൽ കാഴ്ചക്കാരായി നിർജീവമായി നിൽക്കുവാനല്ല നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. കാഴ്ച 1-ാമത്തെ പടിയാണെങ്കിൽ പങ്കാളിത്തം എന്ന് പറയുന്ന പടിയിലൂടെ നിത്യത വരെ വിശ്വാസ ജീവിതത്തിൽ വളരപ്പെടേണ്ടതാണ് നമ്മൾ ഓരോരുത്തരും. ഇങ്ങനെ കല്ലറ കാണുവാൻ ചെന്നവർക്ക് വലിയ പദ്ധതികളൊന്നുമില്ലായിരുന്നു. മരിച്ച ക്രിസ്തുവിൻ്റെ ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന യഹൂദ മതാചാര പ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യുക. കർമ്മങ്ങളിൽ അധിഷ്ഠിതമായിരിക്കുന്ന വിശ്വാസത്തെ നമുക്ക് കല്ലറ സമാനമായ വിശ്വാസം എന്ന് പറയാം. കർമ്മങ്ങളിൽ അധിഷ്ഠിതമായിരിക്കുന്നു. എന്നാൽ അങ്ങനെ കല്ലറ കാണുവാൻ ചെന്നവർക്ക് പോലും കൈമാറുവാൻ അതിഗംഭീരമായ, അതിപ്രധാനമായ, സുപ്രധാനമായ നിയോഗങ്ങൾ സൂക്ഷിക്കുന്നവനാണ് ഉദ്ധിതനായ കർത്താവ്. അവിടെ ദൂതൻ അവരോട് പറയുന്ന ഒരു വാക്കുണ്ട്. 7-ാം വാക്യം 28-ന്റെ 7: വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറവിൻ, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അങ്ങനെ 8-ാം വാക്യത്തിൽ അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കല്ലറ വിട്ട് തൻ്റെ ശിഷ്യന്മാരോട് അറിയിക്കാൻ പോയി. കല്ലറ വിടുന്ന മഗ്ദലക്കാരത്തി മറിയ, അവളുടെ വിശ്വാസത്തിന്റെ ആദ്യ പടി കല്ലറ, കർമ്മം, സുഗന്ധദ്രവ്യം, ലേപനം ഇത്യാദി കാര്യങ്ങളുമായിട്ട് ബാലിശമായ വിശ്വാസത്തിൽ നിന്ന അവളെ ദൂതൻ പറയുകയാണ്, നീ വേഗത്തിൽ ചെല്ലുക, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. അവൻ ഇവിടെയല്ല, അവൻ കല്ലറയിലല്ല, അവൻ ഗലീലയിലാണ്. ഗലീലയിൽ ചിലരെ എത്തിക്കേണ്ട ദൗത്യമാണ് രാവിലെ സമയം നിന്നെ ഏൽപ്പിക്കുന്നത് എന്ന് ദൂതൻ പറഞ്ഞപ്പോൾ ദൂതന്റെ വാക്ക് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ കാഴ്ചയാലുള്ള വിശ്വാസം, അന്ധമായി ആ കേട്ടതിനെ വിശ്വസിക്കുന്ന ഒരു ലെവലിലേക്ക് നാം ഉയരപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? വേഗത്തിൽ അവർ കല്ലറ വിട്ടു. കല്ലറ വിട്ടിട്ട് ഓടിപ്പോകാൻ തയ്യാറായ മറിയെ എതിരേൽക്കുവാനായി കാത്തു നിൽക്കുന്ന യേശുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 9-ാം വാക്യത്തിൽ എന്നാൽ യേശു അവരെ എതിരേറ്റു. കല്ലറ സമാനമായ വിശ്വാസം വിടുവാൻ നാം തയ്യാറാണെങ്കിൽ നമ്മെ എതിരേൽക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു യേശുവിനെയാണ് നാം അവിടെ കാണുന്നത്. കർത്താവ് അവിടെ പറയുന്ന ഒരു വാക്യമുണ്ട്, 10-ാം വാക്യം: ഭയപ്പെടേണ്ട. നിയോഗങ്ങൾ സ്വീകരിക്കുവാനായിട്ട്, ദൈവിക പദ്ധതിയിലെ പങ്കാളിത്തത്തിന് തയ്യാറാകുവാനായിട്ട് കല്ലറ സമാനമായ ആചാരങ്ങൾ, കർമ്മങ്ങൾ വിട്ടിട്ട് ആത്മാവിന്റെ ഒരുക്കത്തോടു കൂടി വിശ്വാസത്തിന്റെ അടുത്ത പടിയിലേക്ക് ഓടുവാൻ തയ്യാറായി നിൽക്കുന്ന മറിയെ സ്വീകരിക്കുവാൻ, എതിരേൽക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഉദ്ധിതനായ ക്രിസ്തുവിന് പറയുവാനുള്ള ആദ്യത്തെ സന്ദേശം ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറവിൻ, അവിടെ അവർ എന്നെ കാണും. യേശുവിനെ കാണേണ്ട ഒരുപാട് പേർ അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞ്, ഇവിടെ നാം നോക്കുകയാണെങ്കിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ ക്രൂശീകരണവും മരണവും കണ്ടതിന് ശേഷം ഭയപ്പെട്ട് മുറിക്കുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. അവർ ആ മുറി വിടേണ്ടവരാണ്. അവർ ഗലീലയിൽ എത്തേണ്ടവരാണ്. ഗലീലയിൽ യേശുവിനെ കാണേണ്ടവരാണ്.
ഉദ്ധിതനായ ക്രിസ്തുവിനെ നേരിട്ട് അനുഭവിച്ചറിയേണ്ടവരാണ്. അങ്ങനെയാണെങ്കിൽ ഗലീലയിൽ ശിഷ്യന്മാരെ എത്തിക്കണമെങ്കിൽ മഗ്ദലക്കാരത്തി മറിയ കല്ലറ വിട്ടേ പറ്റൂ. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും നാം അനേകരെ യേശുവുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട്. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലും ഭാരങ്ങളിലും സങ്കടങ്ങളിലും പെട്ട് ഉഴന്ന് ഭയപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നവരായി നാം തീരണമെങ്കിൽ വിശ്വാസം കല്ലറ വിടുന്ന വിശ്വാസത്തിലേക്കായിരിക്കണം. ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഒരു ക്രിസ്തുവിൻ്റെ വാക്ക് കേട്ടുകൊണ്ടാണ് അവൾ ഗലീലയിലേക്ക് ഓടുന്നത്. നമ്മുടെ ജീവിതം എപ്രകാരമാണെന്ന് നമുക്ക് ശോധന ചെയ്യാം. നാം കല്ലറ വിട്ടവരാണ്, പക്ഷെ നാം ഗലീലയിൽ എത്തിയിട്ടുണ്ടോ? കല്ലറയ്ക്കും ഗലീലയ്ക്കും ഇടയിലുള്ള ഒരു വിശ്വാസ ജീവിതമാണോ നമ്മുടേത്? ഇതൊരു കർമ്മമാർഗമല്ല, ക്രൈസ്തവ മാർഗം കർമ്മമാർഗമല്ല. അത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മാർഗമാണ്. കർമ്മമാർഗത്തിൽ വേണ്ടത് ചില പദാർത്ഥങ്ങളാണെങ്കിൽ വിശ്വാസ മാർഗത്തിൽ നിയോഗങ്ങൾ ഏറ്റുവാങ്ങുന്നതിന്, നിയോഗങ്ങൾ സ്വീകരിക്കേണ്ടവർക്ക് ദൈവം ആഗ്രഹിക്കുന്നത് ഓടുവാൻ തയ്യാറായ കാലുകളും സംസാരിക്കുവാനും സുവിശേഷം വിളിച്ചു പറയുവാനും സദ്വർത്തമാനം ലോകത്തോട് ഘോഷിക്കുവാനും തയ്യാറായ നാവുകളുമാണ്. കല്ലറ കാണാൻ ചെന്ന മറിയയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് സുഗന്ധദ്രവ്യങ്ങളാണ്. കാരണം അവളുടെ വിശ്വാസം ബാലിശമായിരുന്നു. അതുകൊണ്ട് യേശുവിനെ കർമ്മം ചെയ്യാനാണ് അവൾ ആഗ്രഹിച്ചത്. എന്നാൽ യേശു വഴിയിൽ അവളെ എതിരേറ്റ് അവളോട് പറയുന്നു, ഭയപ്പെടേണ്ട, നിനക്കൊരു നിയോഗമുണ്ട്. നീ വേഗം ചെന്ന് എൻ്റെ ശിഷ്യന്മാരോട് ഗലീലയ്ക്ക് വരുവാൻ പറവിൻ, അവിടെ അവർ എന്നെ കാണും. ഗലീലയ്ക്ക് വരണമെന്ന് പറയുവാൻ തയ്യാറാകുന്ന മറിയയുടെ ഓടുവാൻ തയ്യാറായ പാദങ്ങളും സംസാരിക്കുവാൻ തയ്യാറായ നാവുമാണ് കല്ലറ വിട്ട വിശ്വാസത്തിൽ ഉപയോഗപ്പെടുന്നത്. ഇന്നും സർവശക്തനായ ദൈവം ഉദ്ധിതനായെന്ന്, അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യം അനേകരോട് വിളിച്ചു പറയുവാനായിട്ടാണ് നമുക്ക് ആയുസ് തന്നീ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നത്. ഭാരത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും രോഗത്തിൻ്റെയും കടഭാരത്തിൻ്റെയും മധ്യത്തിൽ വിറങ്ങലിച്ച മുറിക്കുള്ളിലിരിക്കുന്ന അനേക ജീവിതങ്ങളോട് ഗലീല കാണിച്ചു കൊടുക്കേണ്ടവരാണ് നാം. എന്താണ് ഗലീല? ഉദ്ധിതനായ ക്രിസ്തുവിനെ മുഖാമുഖം കാണുന്ന ഇടമാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായം പ്രതിപാദിക്കുന്ന ഗലീല. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം ഇന്നും വിശ്വാസത്തിൻ്റെ ആദ്യ പടിയായ കർമ്മങ്ങളിൽ അധിഷ്ഠിതമായ കല്ലറ സമാനമായ വിശ്വാസത്തിൽ മരിച്ചവനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നോ? അതോ മുഖാമുഖം കാണുന്ന ഗലീലയുടെ അനുഭവത്തിലാണോ നാം നിൽക്കേണ്ടത്? അനേകരെ ഗലീലയിൽ എത്തിക്കുവാൻ ശക്തമായ നാവുകളും ഓടുന്ന പാദങ്ങളുമുള്ള മഗ്ദലക്കാരത്തി മറിയമാരെ ഇന്നും ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ പടിയായ കല്ലറ സമാനമായ വിശ്വാസത്തിൽ നിന്ന് ജീവൻ തുടിക്കുന്നവനെ വഴിയിൽ എതിരേറ്റ് കണ്ട് ഭയപ്പെടേണ്ട എന്നുള്ള അവൻ്റെ പ്രോത്സാഹനം ഏറ്റുവാങ്ങിച്ചുകൊണ്ട്, ഭയപ്പെടേണ്ട എന്നുള്ള അവൻ്റെ വാക്കുകൾ നൽകുന്ന ധൈര്യം തന്നുകൊണ്ട് ചിലതിനെ ഗലീലയിൽ എത്തിക്കുന്ന ശുശ്രൂഷയിൽ നമുക്കും പങ്കാളികളാകാം. ഗലീലയിലാണ് ഉയർപ്പിൻ്റെ സന്തോഷം. ഗലീലയിലാണ് ഉയർത്തെഴുന്നേറ്റവനെ അടുത്ത് കാണുന്നത്. അതിന് ദൈവം നമ്മുടെ ജീവിതങ്ങളെയും ഇടയാക്കട്ടെ. നമ്മുടെ നാവ്, നമ്മുടെ പാദങ്ങൾ, നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ അവസരങ്ങൾ, ഗലീല സമാനമായ അനുഭവങ്ങൾ അനേകരുടെ ജീവിതത്തിൽ കൊടുക്കുവാൻ നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.